കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാവാം ഓണവില്ലും കൈകളിലേന്തി ഈ ഊഞ്ഞാലാടാം. കാക്കിക്കുള്ളിലെ കലാകാരൻ കലാകാരി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഇപ്പൊ കണ്ടോ, ഒരു കൂട്ടം പോലീസുകാർ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും സീരിയസ് ആയിട്ട് എന്തോ പറയാനാണെന്ന്. അല്ല, പാട്ട് പാടാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പാണിത്. സാറന്മാരെ, അപ്പൊ ആദ്യം പാട്ട് പിന്നീട് വർത്താനം അല്ലേ? കണ്ടുവെന്നു കള്ളം ചൊല്ലാം കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാവാം ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം. പിലി നിർത്തുന്ന കോലമയിലായി മൂകിലോടുന്ന മേട്ടിലൊളിക്കാം. സ്വർണ്ണമീനായി നീന്തി തുടിക്കാം. വഞ്ചിപ്പാട്ടിന്റെ വിണ്ണിലേറാം. വിണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ വെള്ളിയെ കോരിയെടുക്കാൻ വാ. പിന്നല്ല, വേറെ എന്ത് വേണം അല്ലേ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ നിലവിലുള്ളത് വേദി 7-ലാണ്. ഇവിടെ കുറെ കാക്കിയിട്ട കലാകാരന്മാർ ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇവരെ തേടി എത്തിയതാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്കൊന്ന് വേഗം ഒന്ന് പരിചയപ്പെടാം. അപ്പൊ പേരും സ്റ്റേഷനും വീട് എവിടെയാണെന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയാം. നമ്മൾ മലപ്പുറം ജില്ലയിലെ എടക്കര പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. പേര് സുവർണ. സുവർണ. ഓക്കെ. സാറിന്റെ പേര്? എൻ്റെ സുധീഷ്, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ. ഓക്കെ. അത് രാഹുൽ, ഞങ്ങളുടെ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനാണ്. രാഹുൽ സാറാണ് മെയിൻ ഗായകൻ കേട്ടോ. ഞാൻ നിലമ്പൂര് സബ് ഡിവിഷനിലെ പൂക്കോടുംപാടം പോലീസ് സ്റ്റേഷൻ. പേര് ആര്യ. ആര്യ സാറിനെ തേടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇതുവരെ എത്തിയത്. പേര് റസീന, എടക്കര പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നിലമ്പൂരാണ് വീട്. എൻ്റെ പേര് സരിത സത്യൻ, മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ. നന്ദകുമാർ, പാവർട്ടി പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂർ ജില്ല. പേര് പ്രശോഭ്, നടക്കാവ് പോലീസ് സ്റ്റേഷനാണ്. വീട് വടകരയാണ്. അപ്പൊ മൊത്തത്തിൽ വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഒരു ഓട്ടമാണ്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെയുള്ള ആളുകളെ ആരും കാണാതെ പോകരുത്. ബബീഷ് കൈക്കോടിക്കൊപ്പം അരുൺ രാജ്, മീഡിയ 1.